പഞ്ചാബിലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അശ്ലീലം കുറിക്കുന്ന വ്ളോഗറെ കൊന്ന് കാറിൻ്റെ പിൻസീറ്റിലെത്തിയിരിക്കുന്നു. ഈ സംഭവം ഈ മാസം 11-നാണ് കാണപ്പെട്ടത്. ഭട്ടിൻഡ ജില്ലയിലെ അവിടെ ആദേശ് യൂണിവേഴ്സിറ്റി എന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഈ വ്ളോഗറെ കൊന്ന് വെച്ചതായി കണ്ടത്. ധാരാളം കാറുകൾ ആ നാഷണൽ ഹൈവേയുടെ തീരത്തുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് പാർക്ക് ചെയ്ത് കാണാം. അതിലൊരിടത്ത് ഈ വ്ളോഗറെ കൊന്ന് അതിൻ്റെ പിൻസീറ്റിലിരുത്തി ഒരു കാറിൽ. ഈ മാസം 11-നാണ് അത് നോട്ടീസ് ചെയ്തത്. കാറിനകത്തുനിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ടപ്പം നാട്ടുകാരെല്ലാം കൂടെ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് പരിശോധിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കാഞ്ചൻകുമാരി എന്ന കമൽ കൗർ ഭാബി എന്ന വ്ളോഗറുടേതാണ് ആ മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. പഞ്ചാബിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് കമൽ കൗർ ഭാബി എന്ന കാഞ്ചൻകുമാരി. ഏകദേശം 4,41,000 ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ. അതുകൂടാതെ ഇവർക്ക് ഫണ്ണി ഭാവി TV എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. 2,36,000 പേരാണ് അതിൽ ഫോളോവേഴ്സ്. പക്ഷേ കൂടെ ഇവർ അശ്ലീലം അതിനകത്ത് എഴുതും. ആൾ കൂട്ടാനായിരിക്കും, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൂട്ടാനായിരിക്കും. എന്തായാലും ജൂൺ 9-ന് ഇവർ ലുധിയാനയിലെ വസതിയിൽ നിന്ന് പോയി. പിന്നീട് അവരെ കണ്ടിട്ടില്ല. അവരുടെ സഹോദരി പോലീസിൽ പരാതിപ്പെട്ടു. 11-നാണ് ഇവരുടെ മൃതദേഹം ചീഞ്ഞഴിഞ്ഞ നിലയിൽ കാറിൻ്റെ പിൻസീറ്റിൽ കണ്ടത്. ഫണ്ണി ഭാവി TVയുടെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ വ്യക്തിയാണ് കമൽ കൗർ ഭാവി എന്ന പേരുള്ള കാഞ്ചനകുമാരി. ഇവിടെ ഇത്തരത്തിലെ വീഡിയോ ഇടുന്ന ധാരാളം ആൾക്കാർക്ക് ഒരു വാണിംഗ് തന്നെയാണ് ഈ കൊലപാതകം. ജൂൺ 1 ബത്തിൻഡായിൽ, പഞ്ചാബിലെ ബത്തിൻഡായിൽ ഒരു കാർ റാലി പ്രൊമോഷന് വേണ്ടി ഇവർ പോയിരുന്നു. അവിടെ വെച്ച് ആ കാർ റാലിയിൽ തീവ്ര സിഖ് നേതാവ് നിഹാങ് അമൃതപാൽ എന്നയാളെ പരിചയപ്പെട്ടു. അയാളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം അശ്ലീല വീഡിയോ ഇടുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു തൻ്റെ വീഡിയോയിൽ. അത് പോലീസിന് സംശയമായി. ഇവരെ കൂടെ ഇത്തരത്തിൽ വീഡിയോ ഇടുന്ന പലരും ഉണ്ടെങ്കിലും ഈ ഒരു അനുഭവം പഞ്ചാബിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തീവ്ര സിഖ് നേതാവ് നിഹാങ് അമൃതപാലാണ് ഇതിൻ്റെ പിന്നിലെന്ന് സംശയമുണ്ട്. കാരണം അയാൾ ഇൻ്റർനെറ്റിൽ ഇട്ടിരിക്കുന്നത് അശ്ലീല ഉള്ളടക്കം കാഞ്ചനെ പ്രേരിപ്പിച്ചതിനാണ് കൊലപ്പെടുത്തിയതെന്നും അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം എന്നും കുറിപ്പ് എഴുതിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം UAE അല്ലെങ്കിൽ ഗൾഫിലേക്ക് മുങ്ങി. വിദേശത്ത് നിന്ന് ഇതുപോലെ സിഖ് തീവ്രവാദികൾ ഗുണ്ടകളുടെ പല ഭീഷണി സന്ദേശങ്ങളും പലർക്കും ഇന്ത്യയിൽ കിട്ടാറുണ്ട്. അത് വിദേശത്തു നിന്നാണ് വരുന്നത്. അങ്ങനെ ഒരു ഭീഷണി ഇവർക്ക് വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരെ എവിടെ വെച്ച് കൊന്നു, എങ്ങനെ കൊലപ്പെടുത്തിയെന്നറിയില്ല. 9-ാം തീയതി വീട്ടിൽ നിന്ന് പോയവരെ പിന്നെ 11-ാം തീയതി മൃതദേഹമാണ് കണ്ടത്. നിഹാങ് അമൃതപാലുമായിട്ട് മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തിട്ട് വന്നില്ല. എങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ മുഴുവൻ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ റേപ്പ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഇവരുടെ ബോഡി ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവരുടെ പ്രൈവറ്റ് ഏരിയ എല്ലാം വികൃതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൃത്യമായ രീതിയിൽ വകവരുത്തി എന്നാണ് മനസ്സിലാകുന്നത്. അതിനകത്ത് അമൃതപാൽ സിംഗിൻ്റെ അയാളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഏതെങ്കിലും പാർട്ടിക്ക് വിളിച്ച് അവിടെ പോയി ഇരുന്ന് സംസാരിച്ച് അയാളെപ്പറ്റി മോശമായ രീതിയിൽ
ഇവർ അവരുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ കൊടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലോഹ്യത്തിൽ അവരെ 2 പേരെ കൊണ്ട് വിളിപ്പിച്ചു വരുത്തി അവിടെ അമൃതപാൽ സിംഗ് വന്ന് ഇവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇവരെ ഒരു കാറിൽ ഇരുത്തി കൊണ്ടുപോയിട്ടുണ്ടാവണം. ആ കാറിൻ്റെ നമ്പർ വ്യാജമാണ് എന്ന് പോലീസ് പറഞ്ഞു. പഞ്ചാബിലൊക്കെ ധാരാളം കാറുകൾ ഇതുപോലെ നമുക്ക് ലഭിക്കും. രജിസ്റ്റേർഡ് ഓണർ പഴയ കാലത്തെ ആയിരിക്കാം, പക്ഷേ കാറുകൾ നല്ല കണ്ടീഷനായിട്ട് പല സ്ഥലത്തും കിടക്കും. ഇതുപോലെയുള്ള ഉപയോഗത്തിന് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണം അത് കാര്യമായി മുന്നോട്ട് പോയപ്പോഴാണ് അമൃതപാൽ പഞ്ചാബിൽ നിന്ന് രക്ഷപ്പെട്ടത്. കന്യാകുമാരിയുടെ സഹോദരിയുടെ പരാതിയിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ 2 പേരാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു ട്രീറ്റിന് പോയത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ചണ്ഡീഗഡിൽ ഇവരുടെ ഈ കൊലപാതകം ഇതുപോലെ ഇതിന് തൊട്ട് മുമ്പും മറ്റൊരു കൊലപാതകം അവിടെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു ലേഡിയെ കഴുത്തറുത്ത് കൊന്ന് അവിടെ ഒരു കനാലിൽ ഇട്ടിട്ടുണ്ട്. അതും ഇതിന് ഏകദേശം 2 ആഴ്ച മുമ്പാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോശമായി പ്രതികരിക്കുകയും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ പറ്റി മോശമായ കാര്യങ്ങൾ എഴുതുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്താൽ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇതെന്നാണ് നിഹാം അമൃതപാൽ സിംഗിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൃത്യമാണ് പോലീസിന്. ഏതായാലും ഇവിടുന്ന് കടന്നു UAE പോയിട്ടുണ്ട്. അവിടെ നിന്ന് തീർച്ചയായിട്ടും അവർ കാനഡയിലും US-ലുമായിട്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർ. ഈ കാനഡയിലെ ഇന്ത്യക്കെതിരായി ശബ്ദിക്കുന്ന പഞ്ചാബികളും കുറേയുണ്ട്. അവർ ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു മടിയില്ല. ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു 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 സുഹൃത്താണ് ഈ നിഹാങ് എന്ന് കരുതുന്നു. നിഹാങ് അമൃതപാൽ എന്ന് പറയുന്ന ആൾ അയാൾ കാർ റേസിൽ കമ്പമുള്ള ഒരു വ്യക്തിയാണ്. കൂടെ കാർ റേസിൽ അയാൾ പങ്കെടുക്കുകയും അതിന് വലിയ പ്രൊമോഷൻ കൊടുക്കുകയും ധാരാളം ആൾക്കാർ അതിൽ വരികയും കാണുകയൊക്കെ ചെയ്യും. അതുപോലെയുള്ള വ്യക്തിക്ക് ഇഷ്ടം പോലെ കാറുകളും ലഭിക്കും. അതുകൊണ്ട് വ്യാജ നമ്പറിട്ട ഒരു കാറിലാണ് മൃതദേഹം ഈ ആദേശ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് കാണപ്പെട്ടത്. എന്തായാലും വ്ളോഗർമാർ വളരെ സൂക്ഷിക്കണമെന്ന് വാണിംഗ് അമൃത സിംഗ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ വാണിംഗ് നല്ലതാണ്. കാരണം ഇതുപോലെ പല ആൾക്കാരെയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുകയും പലരെയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന എല്ലാ ഭാഷകളിലും ധാരാളം പേരുണ്ട്. അവർക്കും ഇതൊരു വാണിംഗ് ആയിട്ട് തന്നെ കരുതണം. അങ്ങനെ വ്യക്തികളെ അധിക്ഷേപിക്കാൻ ഉള്ളതല്ല സോഷ്യൽ മീഡിയ. അങ്ങനെ അധിക്ഷേപിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ക്രിമിനൽ കേസ് മാറ്റമല്ല, ഇതുപോലെയുള്ള കയ്യാങ്കളിയിലേക്കും കൊലപാതകത്തിലേക്കും പോകുമെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. വളരെയധികം ആൾക്കാർക്ക് എല്ലാ ഭാഷയിലും ഇത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്.